ലോകത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ് നമ്മുടെ പൂർവികർ ബഹുദൈവ വിശ്വാസത്തിലൂടെ കാണിച്ചു തന്നത്. ധീരമായി പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം, നാം ബഹുദൈവ വിശ്വാസികളാണ്. ഏകദൈവമാണ് ശരി എന്ന് നമ്മെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മൾ പലപ്പോഴും അതിന്റെ ആളുകളായി മാറുക, ചിന്ത കൊണ്ടെങ്കിലും. തെറ്റ്. ബഹുദൈവ വിശ്വാസമാണ് ശരി. അപ്പൊ എന്താ പറയേണ്ടത്? ഏക ഈശ്വര സിദ്ധാന്തം, സനാതന ധർമ്മം ഏകേശ്വര സിദ്ധാന്തത്തിന്റെയും ബഹുദൈവ വിശ്വാസത്തിന്റെയും ധർമ്മമാണ്. എന്താ ഈശ്വരൻ? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തിയായ അൾട്ടിമേറ്റ് ട്രൂത്ത്, ഇതിന്റെ പിന്നിലുള്ള കാരണത്തെ നാം ഈശ്വരൻ എന്ന് പറയുന്നു. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢഃ ഏകം സദ് വിപ്രാഹ ബഹുധാ വദന്തി എന്ന് പറയുന്ന ഏക ഈശ്വരൻ, അത് സൈദ്ധാന്തികമായി ഏകമാണ്. അവിടെ വിശ്വാസത്തിന് പ്രസക്തിയില്ല. പക്ഷേ ആ ഈശ്വരനെ നാം ഏത് രീതിയിൽ, ഏത് രൂപത്തിൽ ഉപാസകാനാം സിദ്ധ്യർത്ഥം ഈശ്വരെ ദേവഭാവന എന്ന് ഋഷിമാർ പാടും നമുക്ക് വേണ്ടിയിട്ട്. പൂജിക്കുന്നവരുടെ, ഉപാസിക്കുന്നവരുടെ, സങ്കല്പിക്കുന്നവരുടെ, ആരാധിക്കുന്നവരുടെ തത്തത് സിദ്ധ്യർത്ഥം ബഹുദേവതാ വിശ്വാസം. ചിന്തിച്ചു നോക്കൂ. ബഹുദൈവ വിശ്വാസമല്ലേ ലോകത്തിലെ പ്രതിസന്ധിക്കും പ്രശ്നത്തിനും എല്ലാ സമസ്യകൾക്കുള്ള പരിഹാരം? നിന്റേത് നിനക്ക് ശരി, എന്റേത് എനിക്ക് ശരി, അവന്റേത് അവന് ശരി, എല്ലാവർക്കും അവരവരുടെ ശരികളെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് ഏകേശ്വര ഏകദൈവ വിശ്വാസത്തിലാണോ ബഹുദൈവ വിശ്വാസത്തിലാണോ? ചിന്തിച്ചു നോക്കൂ. ഇവിടെ അഴുകി ഏതാ? നല്ലവണ്ണം ചിന്തിച്ചു നോക്കാം, ഇത് കഴിഞ്ഞു പോയിട്ട്. അതുകൊണ്ട് ഉറപ്പിക്കുക, ഞാൻ സനാതന ധർമ്മിയാണ്, ഞാൻ ഏകേശ്വര സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുന്നു, ബഹുദൈവ വിശ്വാസിയാണ്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഹിന്ദു ധർമ്മം വളരെ കൃത്യമായി ലോകത്തിലെ ഈ മത ധാർഷ്ട്യത്തിന്റെയും മത തീവ്ര ഭീകരവാദങ്ങൾക്കൊക്കെ ചുട്ട മറുപടി എന്നോണം എത്രയോ മുമ്പ് പ്രഖ്യാപിച്ചു. ഇത് ഏകേശ്വര സിദ്ധാന്തത്തിന്റെ ഉടമകളാവുക, ബഹുദൈവ വിശ്വാസികളായി മാറുക.